അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായുള്ള പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഒരു അഫ്ഗാൻ ഉദ്യോഗസ്ഥൻ US സാന്നിധ്യത്തിന്റെ ആവശ്യകത തള്ളിക്കളയുകയാണ് ചെയ്തത്. 2001 സെപ്റ്റംബർ 11 ആക്രമണങ്ങളെ തുടർന്ന് പർവ്വതനിരകളായ ദക്ഷിണേഷ്യൻ രാജ്യത്ത് അമേരിക്കൻ സേനയുടെ പ്രധാന താവളമായിരുന്നു ചരിത്ര പ്രസിദ്ധമായ സോവിയറ്റ് നിർമ്മിത വ്യോമതാവളം. 2021 അവരുടെ പിൻവാങ്ങൽ ഇസ്ലാമിക താലിബാൻ പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുവരെയായിരുന്നു അത്. ഞങ്ങൾ അത് തിരികെ നേടാൻ ശ്രമിക്കുകയാണ്. ചൈനയ്ക്കടുത്തുള്ള തന്ത്രപ്രധാനമായ സ്ഥാനമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ബഗ്രാമിനെ കുറിച്ച് ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണം. എന്നിരുന്നാലും അത്തരമൊരു കരാറിന് തയ്യാറല്ലെന്ന് കാബൂൾ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാന്റെ ഒരു ഭാഗത്തും അമേരിക്ക സൈനിക സാന്നിധ്യം നിലനിർത്താതെ തന്നെ അഫ്ഗാനിസ്ഥാനും അമേരിക്കയും പരസ്പരം ഇടപഴകേണ്ടതുണ്ട്. അഫ്ഗാൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനായ സാക്കിർ ജലാൽ എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയതാണ്. പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശത്തെ തെറ്റായി തടവിലാക്കപ്പെട്ട പൗരന്മാരെ മോചിപ്പിക്കുന്നതിനായി കാബൂളുമായി ഇടപഴകിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരെ സംബന്ധിച്ച് US ഉദ്യോഗസ്ഥർ ശനിയാഴ്ച അഫ്ഗാൻ അധികൃതരുമായി ചർച്ച നടത്തി. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം താലിബാനിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള വഴി കണ്ടെത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസങ്ങളായി തന്റെ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിശബ്ദമായി സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. കാബൂളിൽ നിന്ന് 1 മണിക്കൂർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ താവളത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ തന്റെ ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യാഴാഴ്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വ്യക്തമാക്കി. ട്രംപ് ആദ്യമായി ആ ചർച്ചകളെക്കുറിച്ച് പരസ്യമായി സൂചന നൽകുകയും ചെയ്തു. അഫ്ഗാൻ സർക്കാരിന്റെ തകർച്ചയ്ക്കും 2001 US സൈന്യത്തിന്റെ പിൻവാങ്ങലിനും ശേഷം താലിബാൻ ഇത് ഏറ്റെടുത്തു. ഞങ്ങൾ അത് താലിബാന് വെറുതെ കൊടുത്തു. വ്യാഴാഴ്ച UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ അത് തിരികെ നേടാൻ ശ്രമിക്കുകയാണെന്നും താവളം US നിയന്ത്രണത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സംഭാഷണങ്ങൾ കുറഞ്ഞത് മാർച്ച് മാസത്തിലെങ്കിലും പഴക്കമുള്ളതാണെന്നും വൃത്തങ്ങൾ CNN-നോട് വ്യക്തമാക്കിയിരുന്നു. 500 മൈലിൽ താഴെ അതിർത്തിയുള്ള ചൈനയെ നിരീക്ഷിക്കുക, അഫ്ഗാനിസ്ഥാനിലെ അപൂർവ ഭൂമി മൂലകങ്ങളിലേക്കും ഖനനത്തിലേക്കും പ്രവേശനം നേടുക, ICC-നെ ലക്ഷ്യം വയ്ക്കാൻ ഒരു ഭീകരവിരുദ്ധ നോഡ് സ്ഥാപിക്കുക, ഒരു നയതന്ത്ര കേന്ദ്രം വീണ്ടും തുറക്കുക എന്നിവയുൾപ്പെടെ നിരവധി കാരണങ്ങളാൽ താവളം ആവശ്യമാണെന്ന് ട്രംപും അദ്ദേഹത്തിന്റെ മുതിർന്ന ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു. എന്നാൽ ഈ ലക്ഷ്യങ്ങൾക്കെല്ലാം ഒരു US സൈനിക സാന്നിധ്യം ആവശ്യമായി വരുമെന്ന് ഒരു വൃത്തങ്ങൾ അറിയിച്ചു. 2020 ട്രംപ് തന്റെ ആദ്യ കാലയളവിൽ താലിബാനുമായി ഒപ്പുവെച്ച ഒരു കരാറിൽ രാജ്യത്ത് നിന്ന് US സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് നിർബന്ധമാക്കി. പ്രധാന വ്യോമതാവളത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുന്നതിൽ താലിബാൻ US-മായി ഇടപഴകുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വ്യക്തമല്ല. എന്നാൽ ഗ്രൂപ്പിന്മേൽ US-ന് സ്വാധീനമുണ്ടെന്നും ട്രംപ് വ്യാഴാഴ്ച അഭിപ്രായപ്പെട്ടു. ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ളതിനാൽ ഞങ്ങൾ അത് തിരികെ നേടാൻ ശ്രമിക്കുകയാണെന്നും ട്രംപ് ഹാംഷെയറിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങൾക്ക് ആ താവളം തിരികെ വേണം. 2021 US സൈന്യത്തെ പിൻവലിക്കുന്നത് തന്റെ ഭരണകാലത്തിലായിരുന്നെങ്കിൽ അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിലുള്ള അതിർത്തിക്കടുത്തുള്ള ബഗ്രാമിന്റെ തന്ത്രപരമായ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. അതിന്റെ നിയന്ത്രണം താൻ നിലനിർത്തുന്നതുമായിരുന്നുവെന്നും ട്രംപ് മുൻപ് സൂചിപ്പിച്ചിരുന്നു. 2021 US സൈന്യത്തെ ബേസിൽ നിന്നും പിൻവലിച്ചതിന് ബൈഡൻ ഭരണകൂടം വളരെ മണ്ടത്തരമാണ് എന്ന് ഈ മാസം ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ചൈന മിസൈലുകൾ നിർമ്മിക്കുന്ന സ്ഥലത്തിനടുത്താണ് ബഗ്രാം ഉള്ളതെന്നും വ്യാഴാഴ്ച ട്രംപ് പറഞ്ഞിരുന്നു. മാർച്ചിലും അദ്ദേഹം ഇതേ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഞങ്ങൾ പുറത്തു കടക്കാൻ പോവുകയായിരുന്നു, പക്ഷേ ഞങ്ങൾ ബഗ്രാമിനെ നിലനിർത്താൻ പോവുകയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ കാരണമല്ല, ചൈന കാരണം. ചൈന അവരുടെ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്നും കൃത്യം 1 മണിക്കൂർ അകലെയാണ് അത്. അദ്ദേഹം മാർച്ചിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ബഗ്രാമിൽ ഒരു ചെറിയ സേനയെ നിലനിർത്താൻ പോവുകയായിരുന്നു. 2021 ജൂലൈയിലാണ് ബഗ്രാം വ്യോമതാവളത്തിൽ നിന്നും അവസാനത്തെ US സൈനികർ പുറപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഏകദേശം 2 പതിറ്റാണ്ടുകളായി അഫ്ഗാനിസ്ഥാനിലെ US സൈനിക ശക്തിയുടെ കേന്ദ്രമായിരുന്നു ഈ താവളം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.